എന്നെ സ്നേഹിച്ച നിന്റെ സ്നേഹമത്രയോ ആശ്ചര്യം. നിന്റെ പാപശാപങ്ങൾ ജീവനാൽ എന്നെ നിറച്ചല്ലോ. എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും നിന്നെ മാത്രം ഞാൻ സേവിക്കും. എന്റെ പ്രാണനായകനേശുവേ, നിന്റെ സ്നേഹം നീ എനിക്ക്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 17-ാം സങ്കീർത്തനം 4-ാം വാക്യം. മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിന്റെ അധരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരൻ്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു. ദുഷ്ടന്മാരുടെ ദുഷ്പ്രവൃത്തികൾ നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതാണ്. നിഷ്ഠൂരൻ്റെ പാതകൾ ഉല്ലാസപ്രദവും ആകർഷകവുമാണെന്ന് തോന്നാം. ആ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് പ്രേരണയും ഉണ്ടാകാം. മൂഢഹൃദയങ്ങൾ അതിലേക്ക് വേഗം ചാഞ്ഞുവെന്നും വരാം. എന്നാൽ ദൈവവചനത്തിൻ്റെ പ്രകാശത്തിൽ ദുഷ്ടവഴികളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ ഭക്തന് സാധിക്കും. നിഷ്ഠൂരൻ്റെ വഴികൾ മരണവഴികളാണ്. അതുപേക്ഷിച്ച് ജീവൻ്റെ വഴി തിരഞ്ഞെടുക്കണമെങ്കിൽ ദൈവവചനത്തിൻ്റെ പ്രകാശത്തിൽ നാം ജീവിക്കുന്നവരാകണം. ദുഷ്ടൻ ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ ജീവിക്കുമ്പോൾ ഭക്തൻ ദൈവത്തിൻ്റെ വചനത്തിലും ദൈവത്തിൻ്റെ ആലോചനയിൽ ജീവിക്കും. പ്രിയ സ്നേഹിതരെ, സർവ്വലോകവും നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന നഷ്ടത്തിൻ്റെ ആഴം എത്രയോ വലുതാണ്. ദൈവിക വചനത്തിൽ ശക്തിപ്പെടുന്നവരായി ഈ നാളുകളിൽ നമുക്ക് രൂപപ്പെടാം. പ്രാർത്ഥിക്കാം. കർത്താവേ, ദിനംതോറും നിന്റെ വചനത്തിൻ്റെ ശക്തിയിൽ ജീവിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.